നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്തൊക്കെയാ ദേവകി കേട്ടത്? സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്. സൂര്യയോടും ഭാവനയോടും ഇറങ്ങിപ്പോകാൻ പറയാൻ മാത്രം എന്താ നിങ്ങൾക്കിടയിൽ ഉണ്ടായത്? വിജയേട്ടന് ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. വെറുതെ നമ്മൾ തമ്മിലൊരു ചർച്ച വേണ്ട. അതെന്താ ദേവ? അപ്പൊ ഭാവനയ്ക്ക് സൂര്യയ്ക്ക് ഒരു ആവശ്യം വന്നാ ഞാൻ ഇടപെടണ്ടേ? നോക്ക് ദേവ, ആ പഴയ വിജയേട്ടനും ജാനകിയും മരിച്ചു പോയിട്ട് നാള് കുറയായി. ഇപ്പൊ സൂര്യയും ഭാവനയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പോലെയാ. അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ ഞാൻ ദേവനെ വിളിച്ചത്. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കും. ഇനി ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്തായാലും ഞങ്ങളെക്കാൾ സ്നേഹം ഭാവനയോടും സൂര്യയോടും ദേവനുണ്ട്. അപ്പൊ പിന്നെ ദേവൻ എന്തിനാ അവരോട് ഇങ്ങനെ പെരുമാറിയത്? അതിനു മാത്രം എന്ത് തെറ്റാ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഞാനൊരു കാര്യം തീരുമാനിച്ചാല് അതിന് വലിയ വ്യക്തമായൊരു കാരണം ഉണ്ടാവും വിജയവർമ്മ. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ദേവ? ഏത് കാര്യത്തിനൊരു വ്യക്തത വേണ്ടേ? എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഞാനിപ്പോൾ നോക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് മാത്രമാണ്. ഇനി ഞാൻ കണ്ണടച്ചിരുന്നാൽ ചിലപ്പോൾ വലിയ ദുരന്തങ്ങൾക്ക് വരെ സാക്ഷിയാവേണ്ടി വരും. മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വ്യക്തമാക്കാൻ പറ്റില്ല. ഒരു കൊലപാതകം നടന്ന വീടാ എന്റേത്. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ ധാരണമായി കൊന്ന വീട്. ഇനിയും അങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ നടക്കാൻ പാടില്ല. അതിന് സൂര്യയും ഭാവനയാണോ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടത്?